السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. വ്യക്തമായ ഖുർആനിലൂടെ അവരെ പ്രബോധനം ചെയ്തതിൻ്റെ പ്രതിഫലം കഴിഞ്ഞ ആയത്തിൽ തീർച്ചയായും നിനക്ക് ഭ്രാന്ത് തന്നെയാണ്. ഇതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത മുൻനിർത്തിയുള്ള ഒരു വെല്ലുവിളിയും, അഥവാ സത്യവാനാണ് നീയെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ മലക്കുകളെ കൊണ്ടുവരുന്നില്ല? പ്രവാചകന്റെ കൂടെ മലക്കുകളെ ഇറക്കുന്ന കാര്യം ഈ സൂറത്തിലും മറ്റു ചിലയിടത്തുമൊക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു ആദരിച്ച മനുഷ്യജീവിയുടെ വിലയെക്കുറിച്ച്, അതിനെപ്പറ്റിയുള്ള അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഒരാവശ്യമാണിത്. മനുഷ്യരിലേക്കുള്ള പ്രവാചകന്മാരായി മനുഷ്യരെ തന്നെ നിയോഗിക്കുക എന്നത് അള്ളാഹു ഈ സൃഷ്ടിയെ ആദരിച്ചതിനുള്ള ഒരു തെളിവാണ്. പക്ഷെ ഈ പരിഹാസത്തിനും വിവരക്കേടിനുമുള്ള മറുപടി മുൻഗാമികൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ സാക്ഷി നിൽക്കുന്ന ഒരു മഹാസത്യം പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇതൊക്കെ നൽകുന്നത്. നിശ്ചിതമായ അവധി എത്തുമ്പോൾ നിഷേധികൾക്ക് കൊടുക്കാനുള്ള ശിക്ഷയും കൊണ്ടാണ് പ്രവാചകന്റെ കൂടെ മലക്കുകൾ വരിക. അതല്ലാതെ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മലക്കുകളെ ഇറക്കുക എന്നത് അള്ളാഹുവിൻ്റെ രീതിയുമല്ല. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.